പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് അനൂപ് വി ആർ, ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത് പോലെ ഇത് ഒരു പ്രസക്തമായ വിഷയമൊന്നുമല്ല എന്ന് കരുതി നമ്മൾ വീണ്ടും ഇതിനെ നിസാരവത്കരിച്ച് കളയേണ്ടുന്ന ഒന്നാണോ? ഇത് പറയുന്നത് മന്ത്രിയാണ്. ഇടത് സഹയാത്രികനായ ബഹുമാന്യ സുഹൃത്ത് ഇത് അത്ര ഗൗരവത്തിലുള്ള വിഷയമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. CPM അറിയുന്ന ആൾക്ക്, അവരുടെ പ്രവർത്തന രീതിശാസ്ത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം ന്യായീകരണങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല. ഇതിലും വലിയ കാര്യങ്ങളിൽ ഒരാളെ 51 വെട്ടി കൊലപാതകം നടത്തിയതിന് ശേഷവും അതിനെ ന്യായീകരിക്കാവുന്ന ഒരു മനസ്ഥിതിയുള്ള, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ള, അങ്ങനെ നിരന്തരമായി ചെയ്തു പോരുന്നൊരു പാർട്ടിയാണ് CPM. ഇവിടെ പ്രതിഭ MLA മകൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു. അതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, കോൺഗ്രസും പറഞ്ഞിട്ടില്ല. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു പോകേണ്ടതാണ് എന്ന നിലപാട് നമുക്കാർക്കുമില്ല. പക്ഷേ അതിന് പ്രതിഭ നേരിട്ടൊരു രീതിയുണ്ട്. പ്രതിഭ എന്താണ് ചെയ്തത്? പ്രതിഭ അതിനോട് പ്രതികരിച്ചത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ ഇങ്ങനെ ചെയ്താൽ ഞാനത് തിരുത്തുമെന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് മതിപ്പുണ്ടാകുമായിരുന്നു. അവർക്ക് നേരിട്ട വ്യക്തിപരമായ ദുരന്തത്തിൽ നമുക്ക് സഹാനുഭൂതി ഉണ്ടാകുമായിരുന്നു. അതിനു പകരം ഈ നാട്ടിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ വേട്ടയാടുന്നൊരു സ്ഥിതിയാണ്. എന്ന് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകനെ മതം പറഞ്ഞ് ആക്രമിക്കുക കൂടി ചെയ്തു. അതാണ് കൂടുതൽ ഗൗരവതരം. റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് ഒപ്രസ്ഡ്. മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന ഒന്നാണെന്ന് മാർക്സ് പറഞ്ഞെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട MLA ചെയ്തത്. തൻ്റെ മകൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു, അതിനെ മാധ്യമ പ്രവർത്തകർ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ് ഈ മികച്ച MLA എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് ആരാണ്? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മീഡിയ വൺ റിപ്പോർട്ടറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കൂട്ടിക്കുഴച്ച് പറഞ്ഞത് ആരാണ്? അതും ഇതുമായൊക്കെ എന്ത് ബന്ധമെന്നറിയില്ല. ഇതിൽ മതപരമായ ചില ചിന്തകൾ എന്ന് പറയുന്നു, മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞത് MLA ആണ്. ആ MLA വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു എന്നുള്ള ആ മന്ത്രിയുടെ പരിഭവത്തിന് എന്തർത്ഥമാണുള്ളത്? ഒരിക്കലുമില്ല. അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. ഇതിൽ MLA മകൻ ചെയ്ത കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മകൻ ചെയ്ത കുറ്റകൃത്യത്തെക്കാൾ, ആ കുറ്റകൃത്യം ഗൗരവമുള്ളതാണ്, ആ കുറ്റകൃത്യത്തെക്കാൾ കൂടുതൽ ഗൗരവതരമുള്ളത് MLA ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ്. അവർ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നു. അതിലൊരു മാധ്യമ പ്രവർത്തകനെ മതം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല, മതപരമായ മുൻവിധിയോടുകൂടിയാണ് എന്നെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, BJPയുടെ B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് CPM MLAക്ക് പിന്തുണയുമായി ഇത് മതപരമായ ഗൂഢാലോചനയാണെന്ന് പറയുന്നു. ഇത് വളരെ കൃത്യമായി കുറച്ച് കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇത് ഇവിടെ പിന്നെ സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക മന്ത്രിയുടെ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹം അംബേദ്കറെക്കുറിച്ച്, ഭരണഘടനാ ശില്പിയെക്കുറിച്ച് പറഞ്ഞതാണല്ലോ. അദ്ദേഹം ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? ഒരു FIR ഇട്ട കേസിൽ അദ്ദേഹം പറയുന്നത് ആ കേസ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായ ഗവൺമെൻറ്റിൻ്റെ എക്സൈസിൻ്റെ ഒരു നടപടിയെ തന്നെയാണ് വിമർശിക്കുന്നത്. ഭീതിയോ ഭയവും കൂടാതെ നീതി നിർവഹണം നടത്തേണ്ട, അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ അതിനെതിരായ പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ? ഒരു പുക വലിച്ചതാണോ ഇത്ര വലിയ പ്രശ്നം? ആ പുക കഞ്ചാവാണെന്ന് ഉള്ളിടത്താണ് പ്രശ്നം. ഒരു ചെടി വളർത്തിയതാണോ ഇത്ര വലിയ പ്രശ്നം? ആ ചെടി കഞ്ചാവാണെന്നുള്ളതല്ലേ പ്രശ്നം. അല്ലാതെ അതിന് അനുപാതികമല്ലാത്ത ശിക്ഷ ലഭിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നതാണ് അതിലും രസകരം. MT വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കെട്ട് ബീഡി വലിച്ചതിൻ്റെ പേരിൽ പ്രശസ്തനായ ഒരാളാണോ MT വാസുദേവൻ നായർ? ഒരു കെട്ട് ബീഡി വലിക്കുന്ന ഒരുപാട് ആളുകളില്ല ഈ നാട്ടിൽ. ഇത് ഏതൊരു സിനിമയിൽ സലീം കുമാർ ഒരു പുക ഊതി പിന്നെ ഇംഗ്ലീഷ് പറയുന്നത്, ഇത് വലിച്ചാൽ ഇംഗ്ലീഷ് പറയുമോ എന്ന് പറയുന്നത് പോലെ നാളെ ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ MT വാസുദേവൻ നായർ ഒരു കെട്ട് ബീഡി വലിച്ചു എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയാണോ മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്?